ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ ഞാൻ എൻ്റെ കാറിൻ്റെ വീഡിയോസ് വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് ഇന്ത്യ വിട്ടു പോയതിന് ശേഷം ഫോർഡിൻ്റെ വീഡിയോസ് അധികം ആളുകൾ കാണുന്നില്ല എന്നുള്ള ആ ഒരു മൈൻഡിൽ വീഡിയോസിന് കുറയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പം അടുത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഫോർഡിൻ്റെ ആ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ സ്ട്രെറ്റ് പർട്ടിക്കുലർലി മാറി. അങ്ങനെ മാറിയപ്പോൾ ആ മാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും കൂടുതൽ വീഡിയോ കാണിച്ചത് എന്താണ് മാറിയത് എങ്ങനെ മാറിയെന്നൊക്കെ. പക്ഷേ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടാതിരുന്ന രണ്ട് പാർട്സ് ഉണ്ടായിരുന്നു. രണ്ട് പാർട്സ് എന്ന് പറയുന്നത് വേറെ നല്ല സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് എന്ന് പറയുന്ന രണ്ട് റോഡ്സാണ്. അത് പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയാണ് ശരിക്കും വരുന്നത് ആ ഒരു സ്റ്റോക്ക് വരുമ്പോൾ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അത് മാറാൻ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു സംഗതി മാറിയിട്ട് പുതിയ പാർട്ടായിട്ട് വരുമ്പോൾ ഒരിത്തിരി കോസ്റ്റ് കൂടുതലാണ്. അത് മാത്രമല്ല കംപ്ലീറ്റ്ലി ഇരുമ്പായിട്ടൊരു സംഗതിയാണത്. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നമ്മുടെ ചാനലിൽ ഡൂ ഇറ്റ് യുവർ സെൽഫ് സീരീസൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ കുറവാണത്. അങ്ങനെ ആ ഒരു കുറവ് നികത്താമെന്ന് കരുതിയിട്ട് ഇന്ന് ഞാനത് വീട്ടിലിട്ട് മാറാൻ പോവാണ് വിത്ത് കയ്യിലുള്ള കുറച്ച് ടൂൾസ് വെച്ചിട്ട്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് മാറാൻ പറയുമ്പോൾ അത് ഞാൻ ലിങ്ക് റോഡ് കാണിക്കാം, പിന്നെ വണ്ടി ഒന്ന് കാണിക്കാം, ടൂൾസ് കാണിക്കാം. അതിനുശേഷം രണ്ടും തമ്മിലുള്ള പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചിട്ട് അതെങ്ങനെയാണ് മാറുന്നതെന്ന് കാണിച്ചു തരാം. അതായത് വളരെ ചെറിയ ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഒരു ഇത്തിരി കൂടി ചലഞ്ച് ഉണ്ട്. ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഫോർഡ് ആസ്പെയറിൻ്റെ വീൽനെറ്റിൻ്റെ മുകളിലൊരു കവറുണ്ട്. ആ കവർ ഭയങ്കര ലൂസാണ്. ആ ലൂസ് എന്ന് പറയുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കവർ മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറാനായിട്ട് ഒരു അലോയ് വീൽ ഷോപ്പിൽ പോയിട്ട് ആ ഒരു 4 4 8 4 12 4 16 ബോൾട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കവറില്ലാത്ത ബോൾട്ട് വാങ്ങിയിട്ട് മാറണം. അത് മാറും ചെയ്യാം. അത് ഞായറാഴ്ച കൊണ്ട് പറ്റില്ല, എന്തായാലും വരും ദിവസങ്ങളിൽ അത് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് മാറാം. വണ്ടി ഞാൻ അവിടെ കട്ട വെയിലത്തിട്ടുണ്ട്. അത് വെയിലത്ത് മാറിയിട്ട് തണലത്ത് കൊടുത്തിടണം, കാരണം വെയിലുള്ള വയ്യ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പ്രോസസ്സൊക്കെ ശരിക്കും കാണിക്കാം. ആദ്യം എൻ്റെ കയ്യിലുള്ള ടൂൾസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ജാക്ക് ഉണ്ട്. ഈ ഇലക്ട്രിക് ജാക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങാനുള്ള നമ്പറൊക്കെ ഞാൻ കൊടുത്തത്, എത്ര ആൾക്കാർ വാങ്ങിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് കണക്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി പൊക്കാൻ എളുപ്പമാണ്. നമ്മളതിൽ ആ ഒരു എന്താ പറയുക, ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ജാക്ക് വേണമല്ലോ. കൂടാതെ ഇതാണ് ആ ഒരു സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് അസംബ്ലി. എനിക്ക് തോന്നുന്നു സ്ട്രെറ്റിനേക്കാളും വില ഉണ്ട് ഇതിന്. ഏകദേശം ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കണ്ടോ, 1735 രൂപയാണ്. രണ്ടെണ്ണം വാങ്ങണം, രണ്ട് സൈഡിലുണ്ടേ. അപ്പോൾ സ്ട്രെറ്റിന് അതിനേക്കാളും വില കുറവ്, 1400 രൂപയുള്ളൂ. കൂടാതെ സ്പാനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു പ്ലെയറുകളുണ്ട്. ഇത് സ്റ്റോക്ക് വീൽ സ്പാനറാണ്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കടുംപുത്തനാട്ടത്. കൂടാതെ റിംഗ് സ്പാനേഴ്സ് ഉണ്ട്. ഇനി ആ ഒരു റഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അത് മാത്രമല്ല ഈ ഒരു അലങ്കി ആവശ്യമുണ്ട് അതിന് കാണിക്കാം. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു OBD ആ ഒരു റീഡർ ഉണ്ട്, ഞാൻ അത്യാവശ്യത്തിന് യൂസ് ചെയ്യാറുണ്ട് സാധനം. കൂടാതെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, ഇതും യൂസ് ചെയ്യാറുണ്ട് അത്യാവശ്യത്തിനൊക്കെ. അപ്പോൾ ഇതൊക്കെ കൂടി എൻ്റെ കയ്യിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. ഒരു പഞ്ചർ കിറ്റ് കൂടി ഇവിടെ ഉണ്ട്, കണ്ടോ. ശരിക്കും ഇപ്പോഴേ വേർത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വേർപ്പിനേക്കാൾ കൂടുതലേ എനിക്ക് തോന്നുന്നു വെയിലും അധ്വാനം നമ്മൾ ശരിക്കും വേർക്കും. അപ്പോൾ നമ്മുടെ ഫേസ് കാണിക്കുന്നത് എന്നെ തീരെ കുറവായിരിക്കും. എന്നാലും വണ്ടി എടുത്തിട്ട് പോർച്ചിക്കിട്ട് ഒരു സൈഡിലെ ആ ഒരു കാര്യങ്ങൾ മറന്ന് കാണിക്കാം. അപ്പർ സൈഡിലെ ഞാൻ രഹസ്യമായിട്ട് മാറിക്കൊള്ളാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദെൻ. വരും. ചെറിയ സ്ലോപ്പിൽ പോലും വണ്ടി നിർത്താൻ പാടില്ലെന്നാണ് ജാക്കി വയ്ക്കാനുള്ള അലിഖിത നിയമം. അപ്പോൾ ഞാൻ ആ ഒരു ചോക്ക് ഇട്ടിട്ടുണ്ട്, ആ ഒരു വലിയ ഒരു ബീം വെച്ചിട്ട് ഇനി ഈ ഒരു വീൽ അയക്കണം. ഈ ജാക്കിൻ്റെ കൂടെ ഒരു ഗണ്ണ് കൂടി ഉണ്ടായിരുന്നേ, അത് ആ ഒരു നെറ്റ് ബോൾട്ട് കൂടാനായിട്ട്. പക്ഷേ ആ ഗണ്ണിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ്. ഒരു പട്ടി അവിടെ കുറയ്ക്കുന്നുണ്ട്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ജാക്കി വെച്ച് കഴിഞ്ഞു. ഇനി വീല് ഊരിയെടുക്കണം. വീല് ഊരിയെടുക്കുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനത് ഓൾറെഡി എന്താ പറയുക ലൂസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടൈറ്റ് ഉണ്ട്, കാരണം ഈ നെറ്റുകൾ മാറ്റാനുള്ള അത് കുറച്ച് പ്രശ്നമാണ്. ചിലപ്പോൾ ഇത് കേടുന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഈ ടയർ അഴിച്ചെടുത്തിട്ട് ഒരു സേഫ്റ്റി സൈഡ് എന്ന നിലയ്ക്ക് ഞാനിത് രണ്ടടിക്കിടുക. അഥവാ എന്തെങ്കിലും കാരണവശാൽ ജാക്കി അങ്ങ് പോയാലും വണ്ടി മണ്ടക്കിരിക്കാൻ പാടില്ല. ഇതാണ് ഈ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ്. അപ്പോൾ ഇവിടെ ഊരണം. അതിന് മുന്നേ ഇവിടെ അല്ലെങ്കിൽ പിടിക്കേണ്ടി വരും. താഴത്തും അങ്ങനെ തന്നെയാണ്. ഒരിത്തിരി ടഫ് ജോബാണ്. ഇപ്പോൾ ഈ ഒരു റിംഗ് സ്പാൻ ഇട്ട് നമുക്കിത് ഊരാം. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതകത്ത് കിടന്ന് കറങ്ങുന്നുണ്ടോ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു അലങ്കി എടുത്തിട്ടേ ഈ ഒരു ലോക്ക് ചെയ്യണം. ഇത് എന്നാലേ അത് ഊരെടുക്കാൻ പറ്റും. രണ്ട് കൈയും വേണ്ടതുകൊണ്ട് ഞാൻ എന്തായാലും അഴിച്ചതിന് ശേഷം കാണിക്കാം.
അപ്പോൾ ഈ ബോൾട്ട് ഞാൻ ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതോടെ വെച്ചേക്കാണ്, കാരണം അടിയിലത്തെ കൂടി ഊരിയിട്ട് രണ്ടും കൂടി ഊരിയെടുക്കാം. അപ്പോൾ തൽക്കാലം ഇട്ടിരിക്കട്ടെ. അടിയിലത്തെ ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് താഴെയാണ്. ഇതൊരു ഇത്തിരി കഷ്ടപ്പാടാണ് ഊരാനായിട്ട്, പക്ഷെ എന്നാലും ഒരു ഇത്തിരി എഫേർട്ട് എടുത്താൽ ഊരിയെടുക്കാവുന്ന കേസേ ഉള്ളൂ. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ രണ്ട് നെട്ടിങ് പോന്നു. ഇത് ഊരാനായിട്ട് നല്ല ടൈറ്റ് തോന്നും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പുറത്തും ഇതുപോലെ ജാക്കി വെച്ച് കൊടുക്കാനുള്ളതാണ്. അതായത് ആ ജാക്കി വയ്ക്കുമ്പോൾ അത് സിമ്പിളായിട്ട് കൊണ്ട് ഊരാൻ പറ്റും. കേട്ടോ, ഞാൻ ഇപ്പുറത്തും ജാക്കി വെച്ച് പൊക്കി, അതുകൊണ്ടാണ് അത് ഊരാൻ എളുപ്പത്തിൽ പറ്റിയത്. അപ്പോൾ ഇതാണ് സ്റ്റെബിലൈസർ ലിങ്ക് റോഡ്. ഈ സാധനം പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നുണ്ട്, തട്ടി പൊടിച്ചു നോക്കിയാലോ. ഫോമോക്കോ, ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്രോപ്പർ ഇരുമ്പാണേ. ഒരു ക്വിക്ക് കമ്പാരിസൺ, ഇതാണ് പുതിയത്, ഇത് പഴയത്. അപ്പോൾ ഇതിന് സൈഡ് പ്രശ്നമില്ല കേട്ടോ, സൈഡ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഫിറ്റ് ചെയ്യാൻ പോണത്. ഇതെടുത്ത് നമ്മൾ നേരെ ആ ഊരിയ സ്ഥാനത്ത് ഫിറ്റ് ചെയ്യണം. ആദ്യം ഇത് രണ്ടും മാറാനുള്ള കാര്യം എന്താ ഞാൻ പറയാം കേട്ടോ. ഫാൻ ഉണ്ട്, സൗണ്ട് ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ല. ഈ പഴയ നാട്ടിക്കേ പുതിയ നാട്ടിക്കേ അത് തന്നെ കാര്യം. അതായത് അത്രയും സോളിഡ് ആയിരിക്കണം ഈ സംഗതി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇവിടെയാണ് ആ ഒരു അലങ്കി ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലേ കൂടി ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. ഇത്രയും പ്ലേ ഒന്നും പാടില്ല. അപ്പോൾ ഇത് പ്രോപ്പർ അയണാണെങ്കിൽ തോന്നുന്നു ആ ഒരു ലെയ്ത്ത് കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബുഷ് മാറാനോ പറ്റും. പക്ഷേ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള സംഗതിയാണ്. അപ്പോൾ ഈ ഒരു സംഗതി വണ്ടി കുണ്ടിലും കുഴിലൊക്കെ ചാടുമ്പോൾ പടാ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഞാനിത് മാറാൻ തീരുമാനിച്ചത്. ശരിക്കും പുതിയ സ്ട്രെട്ട് ഞാൻ ഓൾറെഡി മാറിയിട്ടായിരുന്നു. ഈ സ്ട്രെട്ട് ഞാൻ മാറിയതായിരുന്നു. സ്ട്രെട്ട് അന്നത് ഓർഡർ ചെയ്ത് കിട്ടിയില്ല, പിന്നീടാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം കേട്ടോ. ഇത്രയും ലൂസാണ് ഈ സാധനം കേട്ടോ. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ത്രെഡ് ലോക്കർ വാങ്ങാൻ കിട്ടിയില്ല, അത് മാത്രമുള്ള പ്രശ്നം. പക്ഷേ ഞാൻ അത്യാവശ്യത്തിന് ആ ഒരു ടോർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനി ടയർ ഫിറ്റ് ചെയ്യണം. സത്യത്തിൽ വലിയ പണിയുള്ള കാര്യമല്ല, പക്ഷേ വേർക്കാൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു ടോർക്ക് ചെയ്യാനൊക്കെയുള്ള ആ ഒരു എഫേർട്ടാണ്. സ്റ്റിൽ ഒരു ഇത്തിരി കൂടി എന്താ പറയുക, ആ ഒരു ത്രെഡ് ലോക്കറൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് തോന്നി. പക്ഷേ നമ്മൾ ടോർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ. അപ്പോൾ ഫോർഡിൻ്റെ ജാക്ക് സ്പാനറും ആ ഒരു ജാക്കിയും വീൽ സ്പാനറൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതേ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തെ സൈഡ് ചെയ്യണം. പക്ഷേ അത് കാണിക്കേണ്ട കാര്യമില്ല, കാരണം സെയിം പ്രൊസീജിയറാണ്. എന്തായാലും അപ്പുറത്തെ കൂടി ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. ഇതാണ് എൻ്റെ പുതിയ ജാക്കി, ഇതുവരെ യൂസ് ചെയ്യാത്ത ജാക്കി. ഇതാണ് എൻ്റെ വീൽ സ്പാനർ. ഇത് രണ്ടും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ, ഫ്രഷാണ്. ഞാൻ ഒരു ചെറിയ സംഭവം കാണിച്ചു തരാം. അതായത് ഫോർഡിന് പണ്ട് സൈഡ് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഫിഗോയ്ക്കും ആസ്പെയറിനൊക്കെ. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു പരിധി കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ജുഗാതായിരുന്നു ചെയ്തത്. കണ്ടോ, ഒരു ബോൾട്ട് വെച്ചിട്ട് ഒരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തു, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. അപ്പോൾ സംഭവം ശരിയായിട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ആ ഒരു സ്ട്രെട്ട് വെച്ചപ്പോഴും ആ ഒരു സംഗതി ഫോളോ ചെയ്താണ്. കണ്ടോ, ഈ ഒരു സ്റ്റെബിലൈസർ ഈ ഒരു ലിങ്ക് റോഡിന് ശരിക്കും സൈഡൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഫോമോക്കോ എന്ന് എഴുതിയത് മുകളിലേക്കായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് സെക്കൻഡ് സൈഡാണ് ഞാനിവിടെ പൊക്കി വെച്ചേക്കാം. അങ്ങനെ വലത്തെ സൈഡും കഴിഞ്ഞു. ഒരു ചെറിയ മാജിക്, വലത് സൈഡ് ഫിറ്റായിട്ടുണ്ട്, സെറ്റാണ്. ആ ബോൾട്ടൊക്കെ മാറ്റാൻ കേട്ടോ, മാറ്റാം. ഇടത് സൈഡും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം, ഇത്രയും മെനക്കെടേണ്ട കാര്യമുണ്ടോ, വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുത്താൽ കുറച്ച് കാശ് കൊടുത്താൽ ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ വാരതി ഓൾട്ടോ ആയിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഡൂ ഇറ്റ് യുവർ സെൽഫ് ചെയ്യായിരുന്നു. കുറേ അധികം കാര്യങ്ങൾ ചെയ്യായിരുന്നു. ബാക്കിൽ വൈപ്പർ വെച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്പെയർ വാങ്ങിയപ്പോൾ അത് ചെയ്തിട്ടില്ല, കാരണം ആസ്പെയറിന് എപ്പോഴും വാറണ്ടി പീരീഡ് ആയിരുന്നുകൊണ്ട് ആസ്പെയറിൻ്റെ സർവീസ് സെൻ്റർ കൊണ്ടേ കൊടുക്കുന്നതുകൊണ്ടൊക്കെ അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ DIYകൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസർ ആ ഒരു ലിങ്ക് റോഡ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ അത് ബുഡ്മോൽ കിട്ടും, പക്ഷേ ഞാൻ ബുഡ്മോൽ അല്ല വാങ്ങിയത്, ഫോർഡ് മോട്ടോ കമ്പനിയുടെ ഒറിജിനൽ സാധനം ഞാൻ ആ ഒരു പാർട്സ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ സൺഡേ DIY സീരീസ് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം, കാരണം വണ്ടികൾ ഓരോന്നിടത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.